പ്രിയമുള്ള സത്യവിശ്വാസികളെ, മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം കാർന്നു തിന്നുന്ന മഹാവിപത്തായ പലിശയെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദർശബോധമുള്ള ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് തൻ്റെ ആദർശം സംരക്ഷിക്കുക എന്നത് വളരെയേറെ ദുസ്സഹമായിട്ടുള്ള, പ്രയാസം നിറഞ്ഞുള്ള ഒരു സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖാബിളു അലാ ദീനി കൽ ഖാബിളി അലൽ ജംർ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ ആദർശം, മതം സംരക്ഷിക്കുന്ന ഒരാൾ, അതിൽ നിലകൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ, കൽ ഖാബിളി അലൽ ജംർ, തീക്കട്ട പിടിച്ചവനെ പോലെയാണ്, തീക്കനൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെയാണ്. അത്രത്തോളം ദുസ്സഹമായിരിക്കും, പ്രയാസമായിരിക്കും തൻ്റെ ആദർശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന്, ആദർശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ തന്നെയാവാം, ഈ കാലഘട്ടത്തെ കുറിച്ച് തന്നെയാവാം എന്ന് നാം മനസ്സിലാക്കണം. ഈ ആഖിറുസ്സമാനിൽ, കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ആദർശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനെ സമൂഹം നോക്കിക്കാണുന്നത് വളരെ നിന്ദ്യരായിട്ടാണ്, പഴഞ്ചനായിട്ടും നേരം വെളുക്കാത്തവൻ എന്നൊക്കെയാണ് സമൂഹം അവരെ വിലയിരുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഈ വിഷയവും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, യകൂനുൽ മുഅ്മിനു ഫീഹിം അദല്ലു മിനൽ ഉമ്മ. ആ കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾ മറ്റു സമൂഹത്തിനിടയിൽ അവർ നിന്ദ്യരായിട്ട്, പഴഞ്ചരായിട്ട്, നേരം വെളുക്കാത്തവരായിട്ടാണ് അവർ ചിത്രീകരിക്കുക, അവർ വിലയിരുത്തുക എന്നും നബിയുനാ മുഹമ്മദ് മുസ്തഫ. പലിശയുമായി ബന്ധപ്പെടാത്തൊരു ജീവിതം നയിക്കുക, അതുപോലെ തന്നെ ആദർശം സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, ഇത് വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും. സമൂഹത്തിൽ നിന്ന് കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഉണ്ടായിരിക്കും. ഇതര സമൂഹത്തിൽ നിന്നല്ല, സ്വസമുദായത്തിൽ നിന്ന് പോലും, സ്വസമുദായമെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് പോലും അവർ പരിഹാസ്യരാവേണ്ടി വരും. അവരെ അകറ്റി നിർത്തപ്പെടും, തഴയപ്പെടും, തള്ളപ്പെടുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആഖിറുസ്സമാനിൽ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ജീവിക്കാം എന്നാണോ ഒരു വിശ്വാസി തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഒരു സാഹചര്യത്തിലും തൻ്റെ ആദർശം പണയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം, നാടോടുമ്പോൾ നടുവേ ഓടുക എന്നൊരു ജീവിതം ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറഞ്ഞിട്ടില്ല. മറിച്ച് ആദർശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഏത് ദുസ്സഹമായ സാഹചര്യത്തിലും, ഏത് കലുഷിതമായ അന്തരീക്ഷത്തിലും അവനാണ് വിശ്വാസി എന്ന് പറയുന്നത്, അവനാണ് സ്വർഗത്തിന്റെ അഖിലുകാരൻ എന്ന് നാം തിരിച്ചറിയണം. നോക്കൂ, ലോകം എന്നും ഭീതിയോടെ കാണുന്ന മഹാവിപത്താണ് പലിശ എന്നത്. അതിനാൽ എല്ലാ മതങ്ങളും സംസ്കാരങ്ങളും പലിശയെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. അരിസ്റ്റോട്ടിലിന്റെ പൊളിറ്റിക്സും ഏതൻസ് ഗ്രീക്ക് സംസ്കാരങ്ങൾ വരെ പലിശയെ എതിർത്തു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഏതുവരെ? ജർമ്മനിയിൽ പലിശ വ്യാപാരം നടത്തിയ ജൂതരെ ഹിറ്റ്ലർ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏത് മതത്തിന്റെ വീക്ഷണകോണിൽ നോക്കിയാലും പലിശ എന്നത് പാപമാണ് എന്ന് പഠിപ്പിക്കാത്ത മതങ്ങളില്ല. ക്രിസ്തുമതം പറയുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. ആവർത്തന പുസ്തകത്തിൽ കാണാം, ആഹാരത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ നീ പലിശ വാങ്ങരുത് എന്നാണ്. പലിശയുമായി ബന്ധപ്പെട്ടൊരു ജീവിതം ഒരു സമൂഹവും പഠിപ്പിക്കുന്നില്ല.
ഒരു ആദർശവും പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതോ അത് വളരെ വ്യക്തമാണ്. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരോട് അല്ലാഹുവിൽ നിന്നും അവന്റെ പ്രവാചകരിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആൻ പലിശക്കെതിരെ നടത്തിയിട്ടുള്ളത്, പലിശയുമായി ബന്ധപ്പെടുന്നവർക്കെതിരെ നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ സമൂഹവും എക്കാലത്തും എന്നും പലിശക്കെതിരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? എല്ലാ ദുരന്തത്തിന്റെയും ഹേതു പലിശയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. സമൂഹത്തിലുണ്ടാകുന്ന ഒട്ടനവധി ദുരന്തങ്ങൾക്ക് ഹേതുവായി മാറുന്നത് പലിശയാണ്. അതുകൊണ്ടാണ് പലിശയെ എന്നും എക്കാലവും എതിർത്തിട്ടുള്ളത്. ലോകത്ത് വ്യാപകമായി പലിശ വ്യാപിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണെന്ന് കാണാൻ കഴിയുന്നു. ജൂതന്മാരാണത്രേ ലോകത്ത് ഇക്കാണുന്ന വിധത്തിൽ പലിശയെ വ്യാപിപ്പിച്ചത് എന്നും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, പലിശ എന്ന് പറയുന്ന മഹാപാതകം അതിനെതിരെ എല്ലാ നിലയിലും ബോധവാന്മാരാകുകയും അതിനോട് പൂർണ്ണമായും രാജിയാകുകയും ചെയ്യേണ്ടത് ആദർശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്കറിയാം. നമ്മുടെ രാജ്യം പലിശയിൽ മുങ്ങിക്കുളിച്ച രാജ്യമാണ്. നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 38% പലിശയിലേക്കാണ് ഒടുക്കപ്പെടുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മുത്ത് റസൂൽ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അവന്റെ ആദർശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് തീക്കട്ട പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ പോലെയാണ്, തീക്കനൽ കയ്യിലേന്തി നിൽക്കുന്നവനെ പോലെയാണ്. അത്രമാത്രം പ്രയാസപ്പെടേണ്ടി വരും, അത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ പെറ്റ കുഞ്ഞടക്കം 24,000-ലധികം രൂപ കടത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഓരോ കുഞ്ഞും വർഷം തോറും 2,000-ലധികം രൂപ പലിശയൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നമ്മുടെ രാജ്യം പലിശയൊടുക്കുന്നുണ്ട്. 3-ാം ലോകത്തിലെ ഭരണാധികാരികൾക്ക് കമ്മീഷൻ നൽകി അവരെ കൊണ്ട് വികസനത്തിനെന്ന് പറഞ്ഞ് കടമെടുപ്പിക്കുന്നു. എന്നിട്ടോ ഗവൺമെന്റ് നാട്ടുകാരിൽ നിന്ന് നികുതി പിരിച്ചുകൊണ്ട് പലിശയായി അത് നൽകുന്നു. റോഡ്, വെള്ളം, വെളിച്ചം എല്ലാം ഇന്ന് വിദേശ പുസ്തക കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയല്ലേ സഹോദരന്മാരെ? നമ്മൾ ചിന്തിക്കണം. IMF, ADB, വേൾഡ് ബാങ്ക് എന്ന് വേണ്ട ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ മുതലാളിത്ത രാജ്യങ്ങളുടെ ഉപകരണങ്ങളാണ്. കടം നൽകി നമ്മെ അടിമത്തത്തിലാക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേനീച്ചക്കൂട്ടിലെ തേനീച്ചകളെ പോലെ നാം പണിയെടുത്തുണ്ടാക്കുന്ന പണം പലിശയായി മുതലാളിത്ത രാജ്യങ്ങൾ വർഷം തോറും നമ്മിൽ നിന്ന് ഊറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. IMF-ലെ ഇന്ത്യയുടെ കടത്തെ കുറിച്ചുകൊണ്ട് 91-ൽ MP നാരായണൻ പിള്ള നമുക്ക് വേണ്ടത് ഇസ്ലാമിക ബജറ്റ് എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൽ അദ്ദേഹം അവസാനം എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് പലിശയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് പൊന്നാനിപ്പള്ളിയിൽ പോയി മാർഗം കൂടലാണ്. അപ്പോൾ ഗവൺമെന്റിനൊപ്പം ജനങ്ങളും രക്ഷപ്പെടുമെന്ന് കേരള കൗമുദി 91 ആഗസ്റ്റ് 11 1830 MP നാരായണൻ പിള്ള എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഡോക്ടർ തോമസ് ഐസക് എഴുതിയ ലേഖനം അദ്ദേഹവും അവസാനം പറഞ്ഞു നിർത്തുന്നത് ഇസ്ലാമിക് ബാങ്കിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പാവപ്പെട്ടവനെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് ചാറ് കുടിച്ച് വീർക്കുന്ന ഇവിടുത്തെ വമ്പൻ സ്രാവുകളുടെ ഈ അടിഞ്ഞാട്ടത്തിന് അല്ലെങ്കിൽ ഈ ക്രൂരതയ്ക്ക് പരിഹാരം ഇസ്ലാമിക് ബാങ്കാണ് എന്ന് ആ തരത്തിലേക്ക് ബുദ്ധിജീവികളൊക്കെ ഇന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് 90ഓളം രാഷ്ട്രങ്ങൾ ഇന്ന് ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചുകൊണ്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുകൊണ്ടുള്ള ഗവേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, കലുഷിതമായ ഈ കാലത്ത് മുടന്തൻ ന്യായങ്ങൾ നിരത്തി ഖുർആനിൽ നിന്ന് മാറി നിൽക്കുകയില്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ചുകൊണ്ട് പലിശ എന്ന മഹാവിപത്തിനെതിരെ അവൻ ജിഹാദിലേർപ്പെടുകയാണ് വേണ്ടത്.
ജിഹാദ് എന്ന് പറയുമ്പോ ഇവിടുത്തെ ചില അൽപ്പന്മാർ പറയുന്നത് പോലെ ലവ് ജിഹാദല്ല, അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല. മറിച്ചുകൊണ്ട് അന്യായങ്ങൾ എവിടെ നടന്നാലും അധർമ്മം എവിടെ നടന്നാലും അതിനെതിരെ നിലകൊള്ളുക, അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. എല്ലാ മതത്തിലും അതിൻ്റെതായ ജിഹാദുണ്ട്. നമുക്കറിയാം, ഭഗവത്ഗീതയിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്യായത്തിനെതിരെ അധർമ്മത്തിനെതിരെ നിലകൊള്ളുക, അതാകുന്നു ധർമ്മസമരം എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ ജിഹാദ് പ്രഖ്യാപിച്ചൊരു പാപമുണ്ടെങ്കിൽ അത് പലിശയാണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അല്ലാഹുവിൽ നിന്നും അവന്റെ പ്രവാചകനിൽ നിന്നും പലിശയുമായി ബന്ധപ്പെടുന്നവരോട് നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടൂ, അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ജിഹാദ് അവരോട് പ്രഖ്യാപിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയമുള്ളവരെ, ജിഹാദിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. പലിശക്കെതിരെ ശക്തമായൊരു ജിഹാദ് ഓരോ വിശ്വാസിയുടെയും ഭാഗത്തുണ്ടാവേണ്ടിയിരിക്കുന്നു. അത് എന്താ ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് സ്വന്തത്തോട് ജിഹാദ് നടത്തണം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധം ചെയ്തുകൊണ്ട് മടങ്ങി വരികയാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ നബിയും സഹാബികളും അല്പം വിശ്രമിക്കുകയാണ്. ഈ സമയത്ത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നഹു ഖാല ലിഅസ്ഹാബിഹി, തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, വഖദ് ഇൻസറഫൂ മിനൽ ജിഹാദ്, വലിയൊരു യുദ്ധം കഴിഞ്ഞാണ് അവർ മടങ്ങി വരുന്നത്. വളരെ ക്ഷീണിതനാണ്, വളരെ പ്രയാസത്തിലാണ്, വളരെ വിഷമത്തിലാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു ജിഹാദ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, അതൈതും മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. സഹാബത്തെ, നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് ചെറിയൊരു ജിഹാദിൽ നിന്ന് വലിയൊരു ജിഹാദിലേക്കാണ്. നിങ്ങളിപ്പോൾ മുന്നോട്ട് വരുന്നത്, നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളും വലിയൊരു ജിഹാദിനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ജിഹാദുണ്ട് സഹാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താകെ പരിഭ്രമിച്ചു, പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലേ, ഇതിനേക്കാളും വലിയ ജിഹാദോ? തബൂക്ക് എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശങ്ങൾ നിറഞ്ഞൊരു യുദ്ധമായിരുന്നു, ജിഹാദായിരുന്നു. ഇതിനേക്കാളും വലിയൊരു ജിഹാദ് ഇനി ഞങ്ങൾ അഭിമുഖീകരിക്കണമോ നബിയെ? അതിന് ഞങ്ങൾ ക്ഷീണിതരാണ്, പ്രയാസത്തിലാണ്, വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോ ആ സഹാബത്ത് വീണ്ടും ചോദിക്കുന്നു, വമൽ ജിഹാദുൽ അക്ബർ യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ ആ വലിയതായ ജിഹാദ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. സ്വന്തം ശരീരം, സ്വന്തം ജീവിതം അധർമ്മത്തിൽ നിന്ന്, അനാശാസ്യത്തിൽ നിന്ന്, മോശമായ വഴികളിൽ നിന്ന്, മോശമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് യഥാർത്ഥ ആദർശവാദിയായി പരിശുദ്ധ ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പലിശ എന്ന് പറയുന്ന മഹാവിപത്ത്, ആ വിപത്തിനെതിരെ ആദ്യം ജിഹാദിൽ ഏർപ്പെടേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തോടാണ്. കാരണം നമ്മിൽ പലരും അറിഞ്ഞോ അറിയാതെയോ പലിശയുമായി ബന്ധപ്പെട്ടൊരു ജീവിതം വാങ്ങുകയോ കൊടുക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ടാവാറുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ തീരുമാനിക്കുക, ഉറപ്പിക്കുക വേണ്ട. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഓരോ വിശ്വാസിയുടെയും ബാധ്യതയായ ആ യുദ്ധമുണ്ടല്ലോ, അത് സ്വന്തം ശരീരത്തോടാണ്. അഥവാ സ്വന്തം ശരീരത്തെ പലിശയിൽ നിന്ന് മുക്തമാക്കിയെടുക്കലാണ് ഓരോ വിശ്വാസിയുടെയും ജിഹാദെന്ന് നാം തിരിച്ചറിയണം. നാം ഒരിക്കലും അമാന്തിച്ചൂടാ. മുടന്ത ന്യായം നമുക്ക് പറയാനുണ്ടാകും. എന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണം കേട്ട് ഒരുപാട് ആളുകൾ ശക്തമായി വിമർശിച്ചു, പരിഹസിച്ചു, ആക്ഷേപിച്ചു, കളിയാക്കി. സത്യമാണ്, നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ അൽഹംദുലില്ലാ, എന്നോടൊരാൾ വന്ന് പറഞ്ഞു, ഉസ്താദേ, ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ നേരെ പോയത് ബാങ്കിലേക്കാണ്, എനിക്ക് വീട്ടിൽ പോകാൻ ധൈര്യം വന്നില്ല. എന്നിട്ട് എൻ്റെ പേരിലുള്ള സേവിങ് അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആ പൈസ പലിശയില്ലാത്തൊരു മാർഗത്തിലേക്ക്, ഒരു വഴിയിലേക്ക് ഞാനത് നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടാണ് എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചത് എന്ന് പറഞ്ഞ വിശ്വാസികൾ ഈ സദസ്സിലുണ്ട്.
അപ്പൊ അതുകൊണ്ട് പരിഹസിക്കുന്നവർ അവരെ പരിഹസിച്ചു നമുക്ക് കുറ്റമാണ്, നമുക്കത് യാതൊരു വിലയുമില്ല. അത് അവർക്ക് ഭ്രാന്ത്, അവർക്ക് അല്ലെങ്കിൽ അതിനുള്ള കുറ്റപ്പടത്തവും കൊടുത്തോളൂ എന്നല്ല, നമുക്കതിൽ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പലിശ എന്ന് പറയുന്ന മഹാദുരന്തം ഒരുപക്ഷെ ഇന്ന് സമൂഹം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇന്ന് പല പണ്ഡിതന്മാരും പലിശയുടെ അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാകുന്നു. അതുകൊണ്ടത് പറയാൻ മാനസികമായി അവർക്ക് കഴിയാതെ വരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മടിക്കരുത്. നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായി കാണരുത്. അക്ബറുൽ കബായിർ എന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പാപങ്ങളിൽ വലിയ പാപം, പാപങ്ങളിൽ വലിയ പാപം. ഇനി അതിന് വേറൊരു അർത്ഥമില്ല പോലും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ നമുക്ക് പറയാനുണ്ടാകും പിന്നെങ്ങനെ ഈ ന്യായം നിരത്തുന്നവരോട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിഅത്തിലെ വചനമാണ് എനിക്ക് പറയാനുള്ളത്. അവർ പരിശുദ്ധ ഖുർആനിലൂടെ അവരോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ കോടതിയിൽ രാജാതിരാജനായ തമ്പുരാന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർ, അല്ലാഹു നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവവും അല്ലാഹുവിടെ കണക്കാക്കിയിട്ടുണ്ട്. അതിന് കാത്തു നിൽക്കാതെ ക്ഷമയില്ലാതെ മറ്റുള്ളവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ട് ആർത്തി പൂണ്ട മനുഷ്യൻ അവനതാ പലിശയുടെ ലോകത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ അവൻ ആവശ്യത്തിലധികം സൗകര്യമുള്ള വീട് പണിയാനും വാഹനം വാങ്ങാനും അതുപോലെ ജീവിതം പച്ചപിടിപ്പിക്കാനും വേണ്ടി അവനിതാ പലിശയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണ്. അവർക്ക് വേണ്ടി പിശാച് തുടങ്ങി വെച്ച ശാഖകളിലൂടെ അവരെ മാടി വിളിക്കുമ്പോ, പത്രങ്ങളിലൂടെ പരസ്യം കാണുമ്പോ തന്റെ ആദർശമാണ് നഷ്ടപ്പെടുന്നത്, തന്റെ കർമ്മങ്ങളാണ് വിഫലമാകുന്നത്, തന്റെ ജീവിതമാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് തിരിച്ചറിയാതെ അവൻ ന്യായം പറഞ്ഞുകൊണ്ട് പിന്നെന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് അവൻ പേടിക്കുകയാണ്. അവന്റെ മുമ്പിൽ നിൽക്കുമ്പവൻ ചോദിക്കും, നിന്റെ മുതലെവിടെന്നാണ്, ഏത് രൂപത്തിലാ ഉണ്ടാക്കിയത്, നീ വീട് വെച്ചത് എങ്ങനെയാണ്, വാഹനം വാങ്ങിച്ചത് എങ്ങനെയാണ്, മക്കളെ പഠിപ്പിച്ചതും ഭക്ഷിപ്പിച്ചതും എങ്ങനെയാണ്? ആ സമയത്ത് പ്രിയമുള്ളവരെ അതിന് മറുപടി പറയണം, അല്ലാഹു വിലക്കിയ മാർഗത്തിലാണ് ഞാനും നിങ്ങളും അത് സമ്പാദിച്ചതെങ്കിൽ, ആ വഴികൾ ഒരുക്കിയതെങ്കിൽ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. അങ്ങനെ അതിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ മനസ്സിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, അതേ ദുരാഗ്രഹങ്ങൾക്ക് ഗജാനിട്ടുകൊണ്ട് അള്ള തന്നതെനിക്ക് ചെറ്റക്കുടിലാണെങ്കിൽ അത് മതി, ഓടിന്റെ ഭവനമാണെങ്കിൽ അത് മതി, എനിക്ക് സൈക്കിളാണ് തന്നതെങ്കിൽ അത് മതി, ബൈക്ക് വാങ്ങാനേ ഹലാലായ മുതൽ തന്നെങ്കിൽ അത് മതി, അല്ല ചെറിയൊരു കാറ് വാങ്ങാനാണ് അള്ളാഹു എനിക്ക് വിധി കൂട്ടിയതെങ്കിൽ അത് മതി, അതിലപ്പുറം ഹറാമായൊരു പൈസ ഉപയോഗിച്ചുകൊണ്ടൊരു വീട് എനിക്ക് വേണ്ട, എനിക്കതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ വേണ്ട എന്ന മനസ്സിന്റെ ദുരാഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്കാണ് അവരാണ് അല്ലാഹുവിന്റെ ഭവനമായ സുഖലോക സ്വർഗത്തിൽ സംഗമിക്കുന്നത്. അവർ സംഗമിക്കുന്ന ഭവനമാണ്, അവർ ചെന്നെത്തുന്ന ഭവനമാണ് സ്വർഗമെന്ന് സൂറത്തുൻ നാസിഅത്ത് വചനം 41-42 നോക്കിയാൽ കാണാം. അപ്പൊ അതുകൊണ്ട് മുഅ്മിനുകളെ, എന്റെ നഫ്സിനോട് ആദ്യം ശേഷം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഓർമ്മപ്പെടുത്തുന്നു, ദുരാഗ്രഹങ്ങൾ അവസാനിപ്പിക്കുക. ഒരിക്കലും നമ്മുടെ ദുരാഗ്രഹങ്ങൾ തീരില്ല, അത് അവസാനിക്കില്ല. എത്ര കിട്ടിയാലും അതിലപ്പുറം മറ്റുള്ളവനെ വെട്ടിച്ചും പറ്റിച്ചും തട്ടിപ്പറിച്ചും പീഡിപ്പിച്ചും കള്ളക്കേസിൽ കുടുക്കിയും അങ്ങനെ പല തരത്തിലൊക്കെ നമുക്ക് പണമുണ്ടാക്കാൻ ഇന്ന് വഴികൾ തുറന്നു കിട്ടുന്നുണ്ട്. പക്ഷേ വേണ്ട, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരസ്യമായി പലിശയിൽ ഏർപ്പെടുന്നവരോട് നാം ഒരിക്കലും തന്നെ സഹവാസം പാടില്ല. രഹസ്യമായി ചെയ്യുന്നവർ വഹിസാബുഹു അലല്ലാഹ്, അവരും അല്ലാഹുവേ. പരസ്യമായി പലിശക്ക് കൊടുക്കുന്നവർ നമ്മുടെ മഹല്ലിലുണ്ടെങ്കിൽ
പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ജിഹാദാണ്. അവരോട് ബന്ധം അവസാനിപ്പിക്കണം. അല്ലാതെ എഴുത്തുകാട്ട് സലാം പറഞ്ഞ് സേവനയിലെന്ന് പറഞ്ഞ് അവരെയും വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കലല്ല, അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കലല്ല ഒരു മുസ്ലിമിന്റെ ധർമ്മം. കാരണം അല്ലാഹു പഠിപ്പിച്ചത് ജിഹാദാണ്. എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? നമ്മുടെ പൂർവികരായ ആളുകൾ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അവരുടെ എല്ലാ മേഖല കൊണ്ടും അവർ ജിഹാദ് ചെയ്തിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെങ്കിൽ എങ്ങനെയാ മുഅ്മിനുകളെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുക? പിന്നെ എന്തിനാ നമ്മളൊക്കെ മുഅ്മിനാന്ന് പറയുന്നത്? അതിലെന്തർത്ഥമുള്ളേ? അതിലെന്ത് ന്യായമുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറാ, നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ, തിന്മകളിൽ ഏറ്റവും വലുതാണല്ലോ പലിശ, അത് കണ്ടാൽ കൈകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ തടയണം. നാട്ടിൽ പലിശ കൊടുത്തുകൊണ്ട്, പലിശ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്നവന്റെ കൈക്ക് പിടിക്കേണ്ടുന്ന ബാധ്യത മുസ്ലിമേ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ജനാധിപത്യ രാജ്യത്തായി പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൈക്ക് പിടിക്കാനും തല്ലാനും കൊല്ലാൻ നമുക്ക് പറ്റൂല. എന്നാൽ വീണ്ടും പറയുന്നു, അതിന് കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കണം. അതാണ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനാര് ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല, എന്ത് തന്നെ ബുദ്ധി പറഞ്ഞിട്ടും കാര്യമല്ല. അള്ളാഹു കണക്കാക്കിയ എന്റെ അരി വളർന്ന് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അതിന് എന്ത് പള്ളിയിലും മറത്തുനിന്ന് എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എന്നെ കാണുമ്പോൾ ഒച്ച കൂട്ടിയിട്ടും കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, കൈകൊണ്ട് തടയാൻ കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് തടയണം. വളരെ ശക്തമായ നിലയിൽ അതിനോട് പ്രതികരിക്കണം. ഇതിനും നിങ്ങൾക്ക് കഴിയാത്ത വിധം നിങ്ങളുടെ ഈമാൻ അധപ്പതിച്ചിട്ടുണ്ടോ? മനസ്സുകൊണ്ട് പരിശുകളോട് അകലം പാലിക്കണം. അവരോടടുക്കരുത്, അവരോട് സന്ധിയാവരുത്, അവരോട് സ്നേഹം വേണ്ട, അവരെ നമ്മുടെ കാര്യങ്ങളിൽ അടുപ്പിക്കേണ്ട, അവരുടെ കാര്യങ്ങൾക്കും പോണ്ട. ഇതാണ് ഫബിഖൽബിഹി, മനസ്സുകൊണ്ടെങ്കിലും അകലം പാലിക്കണം. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടി. അതുപോലും ഇല്ലാത്തവൻ, മനസ്സിൽ അല്പം പോലും ഈമാനില്ലാത്തവനാണെന്ന്, അല്പം പോലും വിശ്വാസിയുടെ ഗണത്തിൽ അവൻ പെട്ടിട്ടില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുക. അതോടൊപ്പം പലിശകളോട് എല്ലാ നിലയിലും അകലം പാലിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ മനസ്സില്ലെങ്കിൽ നമ്മളൊന്നും മുഅ്മിനല്ല, ഒരു കാര്യമല്ല, വെറുതെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇത് ഹദീസാണ്. നിങ്ങൾ ഏത് പണ്ഡിതന്മാരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോ. പിന്നെ വെട്ടി തുറന്ന് പറയുന്നതുകൊണ്ട് ആർക്കും ദേഷ്യം വരികയാണെങ്കിൽ നിർവാഹമൊന്നുമില്ല. നോക്കൂ, അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ വ്യവഹാരങ്ങളിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ പലിശ വരാതെ സൂക്ഷിക്കുക. പലിശ വരുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഈ ലീസിന് കൊടുക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാടകയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, കുറെ കാലം ജീവിക്കാം. അതൊക്കെ പലിശയല്ലേ? നമുക്ക് ഹദീസുകളിൽ കാണാം, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ബുർദ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന സഹാബിയെ കണ്ടുമുട്ടുകയാണ്. അബ്ദുല്ലാഹിബ്നു സലാം ചോദിക്കുന്നു, അലാ തജീഉ ഫഉതുഇമുക സുവൈഖൻ വതംറാ, ഓ അബൂ ബുർദ, താങ്കൾ എൻ്റെ കൂടെ പോരുന്നുവോ? താങ്കൾക്ക് ഞാൻ ഭക്ഷണം തരാം, ഈത്തപ്പഴം തരാം, വിശപ്പ് മാറ്റിത്തരാം, കൂടെ പോരുന്നുവോ എന്ന് പറഞ്ഞു കൂടെ കൂട്ടിയിട്ട് പറയുകയാണ്, ഇന്നക ബിഅർളിർ റിബാ, തീർച്ചയായും നീ പലിശയുമായി ബന്ധപ്പെട്ടൊരു ലോകത്താണ് ജീവിക്കുന്നത്. പലിശ വ്യാപകമായ പലിശയുമായി ബന്ധപ്പെടുന്നൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ബിഹാഫാശ, ആ സമൂഹത്തിൽ മൊത്തം പലിശയായിരിക്കുന്നു. പലിശയുമായി ബന്ധപ്പെടലുകൾ ഉണ്ടാകുന്നു, ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇദാ കാന ലക അലാ റജുലിൻ ഹഖ്, മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്കൊരാളോട് കടമയുണ്ടെങ്കിൽ, കടപ്പാടുണ്ടെങ്കിൽ, അഥവാ ഒരാൾ നിനക്ക് വല്ലതും തരാനുണ്ടെങ്കിൽ, നീ ഒരാൾക്ക് കടം കൊടുത്തു, അവൻ നിനക്ക് അങ്ങനെ ആ കടം തരാനുണ്ട് എങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യം,
അബൂ ബുർദ, നിനക്ക് കാശ് കടം തരാനുള്ള ആള് വല്ല പുല്ലോ വല്ല വൈക്കോലോ വല്ല യവം പോലെയുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ക്ലോവർ ചെടിയോ പോലെയുള്ള എന്തെങ്കിലും നിനക്ക് ഹദിയയായിട്ട് തന്നാൽ നീ അത് സ്വീകരിക്കല്ലേ, ഫഇന്നഹു റിബാ, അത് പലിശയുടെ ഗണത്തിൽ പെടുമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അബൂ ബുർദ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ആവശ്യമായ പുല്ല്, അതുകൊണ്ടാണ് അന്ന് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമായതുകൊണ്ട് അതിനെ പറഞ്ഞത്. അതുപോലെ തന്നെ അന്ന് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് യവം. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊരാൾ വല്ലതും കടമായിട്ട് വാങ്ങിച്ചത് തരാനുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് കടം മേടിച്ച ആളുടെ പക്കൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഔദാര്യവും കടം അവന്റെ കയ്യിലിരിക്കെ സ്വീകരിക്കാൻ പാടില്ലത് പലിശയാണെന്നാണ് ഒരു ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുകയാണ്, നിനക്കൊരാൾ വല്ല ഹക്കും തരാനുണ്ടെങ്കിൽ അവന്റെ വാഹനത്തിൽ നീ കയറരുത്, നബിയുനാ റസൂലുള്ളാഹി, അവന്റെ സമ്മാനം നീ സ്വീകരിക്കരുത്. എന്നാൽ നിന്നിൽ നിന്ന് കടം വാങ്ങുന്നതിന്റെ മുമ്പ് നീ അവന്റെ വാഹനത്തിൽ കയറാറുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹദിയകൾ നിനക്ക് തരാറുണ്ട്, എന്നാൽ കുഴപ്പമില്ല. അല്ലാതെ നിന്നിൽ നിന്ന് കടമായി വല്ലതും അവൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരുന്നതിന്റെ മുമ്പാണെങ്കിൽ അവനോടുള്ള ഇടപെടലുകളിൽ നീ സൂക്ഷിക്കണം. കാരണം അവൻ നിനക്ക് ചെയ്യുന്ന ഏതൊരു നന്മയും അത് പലിശയുടെ ഗണത്തിലായിട്ട് വരും. കാരണം ഞാൻ അയാൾക്ക് കൊടുക്കാണ്ട് അപ്പോൾ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കട്ടെ, അങ്ങനെയാണല്ലോ, ഞാൻ കുറച്ച് പൈസ കൊടുക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ വാങ്ങിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കയറ്റട്ടെ എന്നൊക്കെ തരത്തിലുള്ള ആ കടം മേടിച്ചവരെ നമ്മളോട് ആ സ്നേഹം കൊണ്ട് അലിവ് കൊണ്ട് ഇഷ്ടം കൊണ്ട് വല്ലതും ചെയ്തു തരുമ്പോ അത് നമ്മൾ പറ്റുകയാണെങ്കിൽ അത് പലിശയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നാൽ മുമ്പ് അത് പതിവായിട്ട് അങ്ങനെ കേറാറുണ്ട്, സ്വീകരിക്കാറുണ്ട് എങ്കിൽ കുഴപ്പമില്ലതാനും. കടത്തിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള നല്ല കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും അവരോടുണ്ടാകാൻ പാടില്ല എന്ന അത്രത്തോളം നമ്മുടെ പൂർവികരായ ആളുകൾ പലിശയെ പേടിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോൾ ഇതിപ്പോ എങ്ങനെ നടത്തിയേ മതിയാകൂ ജീവിതത്തിൽ, അതിനു വേണ്ടിയുള്ള ജിഹാദ് നടത്തിയേ മതിയാകൂ, അപ്പോഴേ നമ്മുടെ ആദർശം പൂർണ്ണമാകൂ. നോക്കൂ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ പലിശയെ നിഷിദ്ധമാക്കിയത്? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ കാരണം അത് ചൂഷണമാണ്. ഒന്നാമത്തെ കാരണം പലിശ ചൂഷണമാണ്. നമുക്കറിയാമല്ലോ, ഞെക്കിപ്പിഴിഞ്ഞ് ചാറ് കുടിക്കുകയാണ്. ചില ആളുകൾ പലിശക്കാരുടെ കരങ്ങളിൽപ്പെട്ട് അതിനുശേഷം കാലങ്ങളോളം അധ്വാനിച്ചാലും കടം വീടാതെ കിട്ടുന്ന സമ്പത്ത് മുഴുവൻ അവർക്ക് കൊടുത്ത് ഇവിടെ നശിക്കുകയാണ്. അപ്പോഴും കടം വീടാതെ ബാക്കിയാകുന്ന അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര വലിയ ചൂഷണമാണത്, എത്ര വലിയ ക്രൂരതയാണത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പറയുന്നത്, അന്യന്റെ ഹക്ക്, അർഹതയില്ലാത്ത ഹക്ക്, നിനക്ക് അല്ലാഹു അനുവദിക്കാത്ത ഹക്ക്, മറ്റവന്റെ പൊരുത്തമില്ലാത്ത ഹക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അതുകൊണ്ടത് നിഷിദ്ധമാണ്. രണ്ടാമതായി പറയുന്നു, മനുഷ്യൻ ജോലി കച്ചവടം പോലെയുള്ള നിർത്തി കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ അത് ലാഭത്തിന് കൊടുത്താൽ പോരെ, മാസത്തിന് 5000 കിട്ടൂല 1 ലക്ഷത്തിന്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും പലിശക്ക് കൊടുത്താൽ മാസം വരുമാനമായി പിന്നെ പണിക്ക് പോണ്ട, കഷ്ടപ്പെടണ്ട. അള്ളാന്റെ റസൂല് പറഞ്ഞത്, അധ്വാനിച്ചുകൊണ്ട് സ്വകരങ്ങൾ കൊണ്ട് പണിയെടുത്തുകൊണ്ട് തിന്നുന്നതാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാതെ വല്ലവനെയും പിഴിഞ്ഞിട്ട് തിന്നുന്നതല്ല, അത് വലിയ രസമൊന്നും ഉണ്ടാകൂല. അതൊക്കെ നരകത്തിലേക്ക് ഇങ്ങനെ തീർക്കല്ലേ ശരീരം. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമതായിട്ട് പറയുന്നു, കടം പോലെയുള്ള ജനങ്ങൾക്കിടയിലെ സാധാരണ ബന്ധങ്ങൾ മുറിയുകയാണ്, ഹൃദയങ്ങൾ തമ്മിൽ അകലുകയാണ്, ശത്രുത ഉണ്ടാവുകയാണ്. നമുക്ക് തിരിച്ച് പലിശ തരുന്ന മനസ്സ് ഒരിക്കലും തന്നെ നല്ല മനസ്സോടെ തരില്ല. പ്രാഗി പറഞ്ഞ് ശപിച്ച് ഉള്ളിൽ വലിയ ശത്രുതയും വെറുപ്പുമാണ്. പണ്ടാറക്കാലെങ്കിൽ തത്തുപോയെങ്കിൽ എന്ന് വരെ ചിന്തിച്ചിട്ടല്ലേ തരിക. പ്രിയമുള്ളവരെ, എത്ര വലിയ നല്ല ബന്ധങ്ങളാണ് തകരുന്നത്. ശത്രുതയിലാകുന്നു, വെറുപ്പിലാകുന്നു, വിദ്വേഷത്തിലാകുന്നു. വീണ്ടും നാലാമതായി പറയുന്നു പണ്ഡിതന്മാർ, ഖുർആൻ അതിനെ നസ്സാക്കിയിരിക്കുന്നു. പലിശ ഹറാമാണെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതിലൊരു സംശയമില്ല. ബാക്കി ആ പണ്ഡിതന്റെ കൗല്, ഈ പണ്ഡിതന്റെ കൗല്, നബി അങ്ങനെ പറഞ്ഞു, സഹാബത്ത് ഇങ്ങനെ പറഞ്ഞു, അതൊന്നുമല്ല. അള്ളാഹ് തന്നെ വ്യക്തമാക്കി അങ്ങ് പറഞ്ഞു പലിശ ഹറാമാണ്. ഇതിൽ ഇനി മേലെ എന്താ തെളിവ് വേണ്ടേ?
അപ്പൊ അതുകൊണ്ട് ഖുർആനിന്റെ വക്താക്കളെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരെ, അതിനുവേണ്ടി പണിയെടുക്കുന്നവരെ തിരിച്ചറിയുക, തിരുത്തുക. സമയം വൈകിയിട്ടില്ല, സമയം ഒരിക്കലും ഇനി നമ്മളെ കാത്തിരിക്കില്ല. അതുകൊണ്ട് നാളെ ഈ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ജീവിതത്തിനിടയിൽ കണ്ണടഞ്ഞു പോയാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തിരുത്തുക, തിരുത്തിയേ മതിയാകൂ. ഇനി നിങ്ങൾ തിരുത്തിയിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ ബാധ്യത നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നതാണ്. അള്ളാഹുവിൽ നിന്നുള്ള മൗഇദത്ത്, അള്ളാഹ് നേരിട്ട് വന്നിട്ട് നിങ്ങളോട് ആരോടും പലിശ വാങ്ങണ്ടട്ടോ കുട്ടിയെന്ന് പറയില്ല. മറിച്ച് അള്ളാഹുവിന്റെ വാഴ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വേദം പഠിച്ചവർ പറയുന്ന വാഴാണ്. അത് ഞാൻ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ വർത്തമാനം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്തേ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, സമയം വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി ഇത് വളരെ ഗൗരവത്തോടെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഈ ജീർണതയ്ക്കെതിരെ ഏത് നിലയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എങ്കിൽ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വഴി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പലിശരഹിത നിധിയായി എങ്ങനെയെങ്കിലും ഒരു സംരംഭം ഉണ്ടാക്കി പരമാവധി നമ്മുടെ മഹല്ല് നിവാസികളെ ആ ഒരു വൻ വിപത്തിൽ നിന്ന് കരകയറ്റാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്, നീ കാരണം കൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ നിന്റെ പ്രവർത്തനം കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ ഒരാൾക്കെങ്കിലും മനസ്സിന് മാറ്റമുണ്ടായാൽ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ നിനക്ക് കിട്ടുന്നുവോ, ഈ ദുനിയാവ് തന്നെ നിനക്ക് മുഴുവനായി കിട്ടുന്നുവോ, അതിനേക്കാളും ഗുണമാണ് നിന്റെ പ്രവർത്തനം കൊണ്ട്, നിന്റെ പ്രഭാഷണം കൊണ്ട്, ഉപദേശം കൊണ്ട് ഒരാൾക്ക് മാറ്റമുണ്ടാകുന്നതെങ്കിൽ, ഒരാളൊരു പാപത്തിൽ നിന്ന് മുക്തമാകുന്നതെങ്കിൽ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൗത്യം വലുതാണ്, വലിയ ദൗത്യമാണ് നമുക്കുള്ളത്. അതിനെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ എല്ലാവരും ഒരുമിക്കുക. സമൂഹത്തിൽ ഇതുപോലെയുള്ള ജീർണതകൾ ഒരുപാടുണ്ട്. മദ്യം, ചൂതാട്ടം, അതുപോലെ തന്നെ വ്യഭിചാരം പോലെയുള്ള, അതുപോലെ തന്നെ മാരണങ്ങൾ, സിഹ്ർ പോലെയുള്ള ഒരുപാട് അനാചാരങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സമൂഹത്തിലുണ്ട്. നമുക്കറിയാം ഈ സമുദായം ഒരുപാട് തെറ്റുകളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്, മുഖം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒറ്റക്കെട്ടായ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.